Welcome back, my dear students, on a new lecture on Fourier series. So, നമ്മൾ Fourier series വിവിധ തരം ഫങ്ഷൻസിൽ Fourier series കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. So, next lecture is about half range Fourier series. So, നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എല്ലാ ഫങ്ഷൻസും is finding Fourier series on the interval first minus pi pi minus pi pi എന്നുള്ള ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ ലാംഡ പ്ലസ് 2π എന്നുള്ള 2π ലെങ്ത് ഉള്ള ആർബിട്രറി ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ -l എന്നുള്ള ഇന്റർവെല്ലിൽ. ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് ദ ഫോറിയർ സീരീസ്. ഇങ്ങനെയാണ് നമ്മൾ ഫോറിയർ സീരീസ് ഇൻ ജനറൽ കണ്ടെത്തിയത്. ഓക്കെ, സോ ഇവിടെ എല്ലാം നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ദ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് പീരിയോഡിക്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് പീരിയോഡിക് ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് 2π ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പീരിയഡ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? എഫ് ഓഫ് എക്സ്. ഹിയർ ഇൻ ദിസ് കേസ് ഓൾസോ ഇതിന് 2π പീരിയോഡിക് ആണ്, കാരണം ഇന്റർവെലിന്റെ ലെങ്ത് 2π ആണ്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇവിടുത്തെ ഇന്റർവെലിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ 2l ആണ്. Okay, so which means that the corresponding function is of period 2l. So f of x plus 2l should be equal to f of x. Okay, ഇതാണ് നമ്മുടെ ജനറൽ അസംഷൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത എല്ലാ ഫംഗ്ഷൻ്റെയും മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വി ആർ ഫൈൻഡിങ് ഫോറിയർ സീരീസ് ഓഫ് പീരിയോഡിക് ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് പീരിയോഡിക് ഫങ്ഷൻസിൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ കംസ് അബൌട്ട് വാട്ട് അബൌട്ട് നോൺ പീരിയോഡിക് ഫങ്ഷൻ. ഓക്കെ, സോ വാട്ട് അബൌട്ട് നോൺ പീരിയോഡിക് ഫങ്ഷൻ? അപ്പം നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫങ്ഷൻസിന് എന്തുണ്ടോ? ഫോറിയർ സീരീസ് ഉണ്ടോ? അതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ചോദ്യം. Okay, does they have Fourier series? അപ്പോൾ നമ്മൾ നോൺ പീരിയോഡിക് ഫങ്ഷൻസിന് ഫോറിയർ സീരീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ഫോറിയർ തിയറം പറയുന്നത് പീരിയോഡിക് ഫങ്ഷൻസിനെല്ലാം എന്തുണ്ട്? ഫോറിയർ സീരീസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ തിയറം പറയുന്നത്. അപ്പോൾ ഇവിടെ നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫങ്ഷൻസിന് ഫോറിയർ സീരീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അവിടെയാണ് നമ്മൾ ഹാഫ് റേഞ്ച് സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ ഈസ് ക്വൈറ്റ് സിമ്പിൾ. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ, ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ നമ്മുടെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആക്കി മാറ്റിയതിന് ശേഷം പീരിയോഡിക് ഫംഗ്ഷൻസ് എല്ലാം ഫോറിയർ സീരീസ് ഉണ്ട്. സോ അത് വെച്ച് നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കും. ദിസ് ഈസ് ദ ജനറൽ ഐഡിയ. ഓക്കെ, സോ നമുക്ക് നോൺ പീരിയോഡിക് ഫംഗ്ഷൻസിന്റെ കേസിലും നമുക്ക് ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാം. അവിടെയാണ് ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ജനറലി ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ്, ദ ഫംഗ്ഷൻ ഈസ് ഗിവൺ, എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ ഇൻ ദി ഇന്റർവൽ either 0π, okay, or lambda plus 2π അല്ല lambda plus π, okay, or 0l. ഇങ്ങനെ ഇവിടത്തെ ടോട്ടൽ ഇന്റർവെലിന്റെ പകുതി ഇന്റർവെല്ലിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇവിടെ -π എന്നുള്ള ഇന്റർവെലിന് പകരം 0π എന്നുള്ള ഇന്റർവെൽ, ലാംഡ പ്ലസ് 2π എന്നുള്ള ഇന്റർവെലിന് പകരം ലാംഡ പ്ലസ് π എന്നുള്ള ഇന്റർവെൽ. ഓക്കെ, -l എന്നുള്ള ഇന്റർവെലിന് പകരം 0l എന്നുള്ള ഇന്റർവെൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്ത ഇന്റർവെലിന്റെ പകുതി ലെങ്ത് ഉള്ള, ഹാഫ് ലെങ്ത് ഉള്ള ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ഈ തരത്തിലുള്ള നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഹാഫ് റേഞ്ചിലാണ് നമ്മൾ ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ് എന്ന് സാധാരണയായിട്ട് വിളിക്കുന്നത്. സോ there are two problems which we are going to deal with in this section. The first problem is, does there exist Fourier series for non-periodic function? The answer is yes, we can define Fourier series for non-periodic function as well.
പീരിയോഡിക് അല്ലാത്ത ഫംഗ്ഷനെ നമുക്ക് ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർവെലിന്റെ ഹാഫ് ലെങ്തിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫോറിയർ സീരീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദ കൺസെപ്റ്റ് ഈസ് വി ആർ എക്സ്റ്റെൻഡിങ് ദാറ്റ് ഫംഗ്ഷൻ ഓൺ ടു -π. ഇവിടെ 0π എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷനെ നമ്മൾ -π എക്സ്റ്റെൻഡ് ചെയ്യും. λ+π എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ ഈ λ+2π എന്നുള്ള ഇന്റർവെല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. 0L എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ -L എക്സ്റ്റെൻഡ് ചെയ്യും. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആക്കി മാറ്റും നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് യൂഷ്വലി ചെയ്യുന്ന പോലെ നമ്മൾ കണ്ടുപിടിക്കും. ദിസ് ഈസ് അവർ ഐഡിയ. ഓക്കെ, അപ്പൊ ഇത് ടോട്ടൽ റേഞ്ചിന്റെ ഹാഫ് റേഞ്ചിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഹാഫ് റേഞ്ച് ഫോറിയർ സീരീസ്. Before getting into much further details, we have to discuss about restriction and extension of function. Extension of function. Okay, so the idea is, let A subset of B subset of R and f from A to R be a function. A function G is called an extension of f if G is defined from B to R, where B is the superset of A and G of x is equal to f of x for all x element of A. Okay, നമ്മൾ ചെയ്യുന്ന ഐഡിയ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. എ മുതൽ ആർ വരെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഡൊമൈൻ എ ആണ്. നമുക്കിങ്ങനെ ദിസ് ഈസ് എ. ഓക്കെ, ഇനി എയുടെ ഒരു സൂപ്പർ സെറ്റ് എടുക്കുന്നു. ദിസ് ഈസ് ബി. ഓക്കെ, സോ ഈ സെറ്റിൽ നിന്നാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സെറ്റിൽ നിന്നാണ് എഫ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സൂപ്പർ സെറ്റിൽ നിന്ന് ഒരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ജി. ഓക്കെ, അപ്പോൾ എയെ കണ്ടെയ്ൻ ചെയ്തൊരു ബിഗർ സെറ്റിൻ്റെ അകത്താണ് ജി ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ജിയുടെ കണ്ടീഷൻ ഇതാണ്: ഈ കോമൺ ഇന്റർവെല്ലിൽ, ഓക്കെ, ഇതിൻ്റെ കോമൺ എയുടെയും ബിയുടെയും കോമൺ ഇന്റർവെൽ, കോമൺ ആയിട്ടുള്ള റീജിയൻ എന്ന് വെച്ചാൽ എ ആണ്. ഓക്കെ, കാരണം എയുടെ സൂപ്പർ സെറ്റ് ആണ് ബി. ഈ കോമൺ ഇന്റർവെല്ലിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ജി എന്ന് പറയുന്നത് എക്കകത്ത് ഡിഫൈൻ ചെയ്ത എഫ് തന്നെയാണ്. ഈ എക്കകത്ത് ഡിഫൈൻ ചെയ്ത എഫിനെ കുറച്ചുകൂടെ കൂടുതൽ പോയിന്റ്സിൽ ഡിഫൈൻ ചെയ്തപ്പോഴാണ് ജി കിട്ടിയത്. ഓക്കെ, അതായത് എഫിനെ കുറച്ചുകൂടെ പോയിന്റിൽ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് പുതിയ ഫംഗ്ഷൻ ജി കിട്ടിയത്. ഇതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചും വേണമെങ്കിൽ പറയാം. വലിയ സെറ്റിന്റെ അകത്താണ് ജി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആ വലിയ സെറ്റിൽ ഡിഫൈൻ ചെയ്ത ജിക്കകത്ത് ജിയെ നമ്മളൊരു ചെറിയ സെറ്റിലേക്ക്, ചെറിയ സെറ്റ് എയിലേക്ക് ഒതുക്കുമ്പോൾ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഫിനെ അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ദ ഐഡിയ ഈസ് ക്വൈറ്റ് സിമ്പിൾ. ഒരു ഫംഗ്ഷനെ അതിൻ്റെ ഒരു ബിഗർ സെറ്റിലേക്ക്, ഓക്കെ, ഒരു ചെറിയ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനെ അതിൻ്റെ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാതെ ഒരു ബിഗർ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെളിയിൽ അതിൻ്റെ ഡെഫിനിഷൻ മാറാം. ഓക്കെ, കോമൺ റേഞ്ചിൽ ചേഞ്ച് ചെയ്യാതെ വലിയ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് എ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുതിയ റേഞ്ചിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു, പുതിയ ഡൊമൈനിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന പുതിയ വലിയ ഫംഗ്ഷനെ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നു. ആ വലിയ ഫംഗ്ഷനെ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ചെറിയ ഫംഗ്ഷനെ എഫ് കിട്ടിയത്. അപ്പോൾ എഫിനെ നമുക്ക് എന്ത് വിളിക്കാം? റെസ്ട്രിക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ജി എഫിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. സോ ജി is an extension of f, or in other words, f is the restriction of
ജി. ജിയുടെ റെസ്ട്രിക്ട് ചെയ്തപ്പോഴാണ് എഫ് കിട്ടിയത്, എഫിനെ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ജി കിട്ടിയത്. ദിസ് ഇസ് ദി ഐഡിയ. ഓക്കെ, വലിയൊരു ഡൊമൈനിലേക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ചെറിയ സെറ്റിനെ അതിൻ്റെ സൂപ്പർ സെറ്റിലേക്ക് ആണ് ജി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് ദ ജനറൽ ഐഡിയ. ലെറ്റ് us discuss some example. Let f of x is equal to x on 0 pi. 0 മുതൽ പൈ വരെ, this is 0 to pi. ഇവിടെ ഡിഫൈൻ ചെയ്യുന്ന എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് ആണ്. ഞാൻ ജി ഓഫ് എക്സ് എന്നുള്ള എക്സ്റ്റൻഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഓൺ മൈനസ് പൈ ടു പൈ. ഓക്കെ, സോ ദിസ് ഈസ് നമുക്കപ്പോൾ ഇവിടെ പൈ 0, ദിസ് ഈസ് മൈനസ് പൈ. ഓക്കെ, സോ ഇവിടെ ഇതിൻ്റെ കോമൺ റേഞ്ച് ആയിട്ടുള്ള 0 to പൈയിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂവും ജി ഓഫ് എക്സിൻ്റെ വാല്യൂവും സെയിം ആണ്. കാരണം എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും എന്ത് തന്നെയാണ്, എക്സ് തന്നെയാണ് 0 പൈക്കകത്ത്. നമ്മൾ ജിക്കകത്ത് ചെയ്തത് 0 പൈക്കകത്ത് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനെ നമ്മൾ 0 മൈനസ് പൈക്ക് അകത്തുകൂടെ ഡിഫൈൻ ചെയ്തു. കുറച്ചുകൂടെ പോയിന്റ്സിൽ കൂടെ നമ്മൾ വാല്യൂ ഡിഫൈൻ ചെയ്തു. സോ ജി ഈസ് ആക്ച്വലി an extension of f, or f is the restriction of g. One more example, f of x is equal to 2x on, let's say 0l. Okay, 0l എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുന്ന f of x is equal to 2x. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആണ് g of x is equal to 2x തന്നെ on minus l. ഓക്കെ, ഈ മൈനസ് എൽ എൽ എന്നുള്ള ഇന്റർവെലിൻ്റെ അകത്ത് 0l എന്നുള്ള ഇന്റർവെൽ ഉണ്ട്. ഇവിടെ രണ്ടിടത്തും ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, സെയിം ആണ്. സോ ജി എന്ന് പറയുന്നത് എഫിന്റെ എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ അല്ലാത്തൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഓൺ 0, 1. ഓക്കെ, ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ഓൺ മൈനസ് 1, 1. ഓക്കെ, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. ഇവിടെ കോമൺ ഇന്റർവെൽ ഉണ്ട് 0, 1നും മൈനസ് 1, 1ൻ്റെയും കോമൺ ഇന്റർവെല്ലാണ് 0, 1. പക്ഷെ അവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം അല്ല. കാരണം എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സൈൻ എക്സും ജി ഓഫ് എക്സിന്റെ വാല്യൂ കോസ് എക്സും ആണ്. ഓക്കെ, സോ കോമൺ ഇന്റർവെല്ലിൽ ഫംഗ്ഷന്റെ വാല്യൂ സെയിം അല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എഫിന്റെ എക്സ്റ്റൻഷൻ ആണ് ജി എന്ന് പറയാൻ പറ്റില്ല. സോ ഹിയർ ജി ഈസ് നോട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഓക്കെ, പക്ഷെ ഇവിടെ രണ്ട് കേസിലും എന്താണ്, ജി എഫിന്റെ എക്സ്റ്റൻഷൻ ആണ് ജി എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ ചേഞ്ച് ചെയ്യാതെ, ഓക്കെ, പുതിയ പോയിന്റ്സുകളിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന വലിയ ഫംഗ്ഷനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമ്മുടെ പ്രീവിയസ് പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് 0 പൈ അല്ലെങ്കിൽ 0lൻ്റെ അകത്തൊരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. നമ്മൾ ആ ഫംഗ്ഷനെ മൈനസ് പൈ പൈയിലേക്ക് അല്ലെങ്കിൽ ലാംഡ ലാംഡ പ്ലസ് 2 പൈയിലേക്ക് മൈനസ് എൽ എല്ലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്കൊരു പുതിയ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ആ ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് കണ്ടുപിടിക്കുക. കോമൺ റേഞ്ചിൽ രണ്ട് വാല്യൂവും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ചിട്ട് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് കണ്ടെത്താൻ പറ്റും. സോ ദിസ് ഈസ് ദ ഐഡിയ വിച്ച് വി ആർ ഗോയിങ് ടു യൂസ്. ഓക്കെ, സോ ദ ഐഡിയ വിച്ച് വി ആർ ഗോയിങ് ടു use for the half range Fourier series is, let f of x be defined on, let's say 0 pi or 0l, okay, which is non-periodic. We extend this function f of x onto what, minus pi pi or minus l l. The extension is called g. g എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് എക്സ്റ്റൻഷൻ. പക്ഷെ ഇവിടെ അപ്പോൾ നമുക്ക് ജിയുടെ then we can find the Fourier series of g. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്
ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് ആണ് കണ്ടുപിടിക്കുന്നത്, എഫിന്റെ അല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പക്ഷെ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും എവിടെ, ഫസ്റ്റ് കേസിൽ 0π സെയിം ആണ്. സെക്കൻഡ് കേസിൽ ജി ഓഫ് എക്സും എഫ് ഓഫ് എക്സും എവിടെ സെയിം ആണ്, 0L സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, അപ്പം ഈ ജി ഓഫ് എക്സിന്റെ ഫോറിയർ സീരീസ് തന്നെ ആയിരിക്കും ബാക്കി എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ സീരീസ്. 0π ജി ഓഫ് എക്സിന്റെ ഫോറിയർ സീരീസ് തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ വലിയ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ദിസ് ക്യാൻ ബി ഡൺ. അപ്പം നമ്മൾ ഇനിയും നോക്കേണ്ടത് ഈ ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ് ഈ 0π ടേംസിൽ 0L ടേംസിൽ മാത്രമാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ വി ഗെറ്റ് സം ഐഡിയ. നമുക്ക് ഇത് രണ്ടും ഫോറിയർ സീരീസ് സെയിം ആണെന്ന രീതിയിൽ പറയാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുന്നത് എക്സ്റ്റൻഷന്റെ ആണ്, എഫിന്റെ അല്ല. പക്ഷെ നമുക്ക് എഫിന്റെ ഫോറിയർ സീരീസ് ആണ് വേണ്ടത്. ഈവൻ ദോ യു ആർ യൂസിങ് ദിസ് ഐഡിയ ഈസ് നോട്ട് പെർഫെക്റ്റ്. ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് നമ്മൾ ഈ എക്സ്റ്റൻഷന് ചെറിയൊരു കണ്ടീഷൻ കൊടുത്താൽ മതി. അപ്പം നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു, ഗ്രാഫ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ചോളൂ. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദിസ് ഈസ് ലെറ്റ്സ് സേ എൽ. ഓക്കെ, 0 to L ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇനി നമുക്ക് രണ്ട് രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഒന്നാമത്തെ എക്സ്റ്റൻഷൻ എല്ലിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. ദിസ് ഈസ് -L. ഒന്നാമത്തെ എക്സ്റ്റൻഷൻ ഈസ് ദിസ്. ഓക്കെ, അതായത് ഇവിടെ ഒരു -x എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ, ഇവിടെ കറസ്പോണ്ടിങ് x എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്താണ്, സെയിം ആണ്. അപ്പൊ എഫ് ഓഫ് -xും എഫ് ഓഫ് എക്സും സെയിം ആണ്. ഓക്കെ, സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഈവൻ. സോ ദിസ് ഈസ് ആൻ ഈവൻ എക്സ്റ്റൻഷൻ. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിനെ ഈ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തെ എക്സ്റ്റൻഷൻ ആണ് ഓഡ് എക്സ്റ്റൻഷൻ. ദിസ് ഈസ് L, ദിസ് ഈസ് -L. ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ എക്സിലുള്ള വാല്യൂ എടുക്കുക, അതിൻ്റെ തന്നെ ദിസ് ഈസ് എക്സ്, അതിൻ്റെ തന്നെ നെഗറ്റീവ് വാല്യൂ, അതിൻ്റെ തന്നെ ഈ വാല്യൂവിൻ്റെ നെഗറ്റീവ് വാല്യൂ ആണ് ഇത്. സോ ഹിയർ എഫ് ഓഫ് -x ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് -x ഈസ് ഈക്വൽ ടു -f ഓഫ് എക്സ് ആണ്. സോ ദിസ് ഈസ് ആൻ ഓഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ വിച്ച് വി ആർ ഗോയിങ് ടു യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷനെ രണ്ട് തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, സോ ജി ക്യാൻ ബി, നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ എഫ് ഓഫ് എക്സിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ദർ ആർ ടു പോസിബിലിറ്റീസ്. ഐദർ ഇറ്റ് ഈസ് ആൻ ഈവൻ എക്സ്റ്റൻഷൻ ഓർ ഇറ്റ്സ് ആൻ ഓഡ് എക്സ്റ്റൻഷൻ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഫംഗ്ഷനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ഇനി എന്നുള്ള ചോദ്യം, നമുക്ക് വേണ്ടത് ഈ ഇന്റർവെല്ലിൽ തന്നെയാണ് നമുക്ക് ഫംഗ്ഷൻ വേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഒരു മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, നമുക്ക് അതിന്റെ ഇപ്പൊ ജി ഓഫ് എക്സിന്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ ദിസ് ഈസ് ഓഫ് ദ ഫോം a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് bn sin nx. നമ്മുടെ ഇന്റർവെൽ 0 -π ആണെങ്കിൽ -π to π. ഓക്കെ, ഇവിടത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് an is actually 1/π integral -π to π f of x cos nx dx, and bn is similar. bn is actually 1/π integral -π to π f of x sin nx dx. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് ഇത് ജിയുടെ ഫോറിയർ സീരീസ് ആണ്. നമുക്ക് വേണ്ടത് ശരിക്കും 0 to πയിലാണ്. കാരണം എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഓൺ 0 to π ഓർ 0 to L. അപ്പൊ നമുക്ക് വേണ്ട ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് -π to π അല്ല. എന്താ വേണ്ടത്, 0 to π ആണ്. അവിടെയാണ് നമ്മൾ ഓഡ് എക്സ്റ്റൻഷൻസിന്റെയും ഈവൻ എക്സ്റ്റൻഷൻസിന്റെയും പ്രത്യേകത. ഓക്കെ, സോ ഇഫ് ജി ഓഫ് എക്സ് is an odd extension, okay, which means that g of x is an odd function. ഈ ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഓഡ് ഫംഗ്ഷന്റെ കേസിൽ അതിന്റെ an എപ്പോഴും 0 ആണ്. ഓക്കെ, സോ an 0 ആണ്, ആൻഡ് bn is actually 2/π
ഇന്റഗ്രൽ 0 to pi f of x sin nx dx or 2 by L integral 0 to L f of x sin n pi x divided by L dx. ഇങ്ങനെയാണ് കിട്ടുന്നത് ബി എൻ്റെ വാല്യൂ. സോ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to പൈ അല്ലെങ്കിൽ 0 to L തന്നെയാണ്. ഇവിടെ എൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 0 to, ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് 0 to പൈ അല്ലെങ്കിൽ 0 to L തന്നെയാണ്. ഓക്കെ, നമ്മുടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഇന്റഗ്രൽ -π to പൈ ആയി. സോ നമ്മുടെ ഫംഗ്ഷൻ പറ്റിയ 0 to പൈ അല്ലെങ്കിൽ 0 to L ആണ്. സോ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 to പൈ അല്ലെങ്കിൽ 0 to L ആണ്. എങ്കിൽ മാത്രമേ എഫ് ഓഫ് എക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ സീരീസ് കിട്ടത്തുള്ളൂ. സോ അവിടെയാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ജി ഓഫ് എക്സ് എന്നുള്ളത് ഒരു ഓഡ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ജി ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സിന്റെ ഒരു ഓഡ് എക്സ്റ്റൻഷൻ ആണ്, ഇത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ അഡ്വാൻറ്റേജ് എ എൻ 0 ആയിരിക്കും. ഓക്കെ, ബി എൻ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to പൈ തന്നെയാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് 0 to പൈ തന്നെയാണ്. സോ ഇവിടെ ജി ഓഫ് എക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ജി ഓഫ് എക്സ്, ഇവിടെയും ജി ഓഫ് എക്സ് ആണ്. കാരണം നമ്മൾ -π to പൈയിൽ ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ ജി ഓഫ് എക്സിന്റെ അല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, എഫ് ഓഫ് എക്സിന്റെ തന്നെയാണ്. കാരണം 0 to പൈയിൽ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ജി ഓഫ് എക്സിന്റെ വാല്യൂവും സെയിം ആണ്. ഇവിടെയും എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും ജി ഓഫ് എക്സിന്റെ വാല്യൂവും സെയിം ആണ്. കാരണം എഫ് ഓഫ് എക്സിന്റെ എക്സ്റ്റൻഷൻ ആണ് ജി ഓഫ് എക്സ്. കോമൺ ഇന്റർവൽ 0 to പൈയും 0 to L ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ അപ്പോൾ കണ്ടുപിടിച്ചത് ഫൊറിയർ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് തന്നെയാണ്, വേറെ ഒന്നുമല്ല കണ്ടുപിടിച്ചത്. സോ ഓഡ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫൊറിയർ സീരീസ് തന്നെയായിരിക്കും. എ എൻ എന്താകും? 0 ആകും. ബി എൻ ഇതാകും. സോ കറസ്പോണ്ടിങ് ഫൊറിയർ സീരീസ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു summation n is equal to 1 to infinity bn sin nx or summation n is equal to 1 to infinity bn sin n pi x by n. This is the Fourier series. അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഹാഫ് റേഞ്ച് Fourier സൈൻ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ജി ഓഫ് എക്സ് ആയിട്ട്. ജി ഓഫ് എക്സ് ഇസ് എൻ ഓഡ് എക്സ്റ്റൻഷൻ ഓർ ജി ഓഫ് എക്സ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ. നമ്മുടെ മേജർ ഇഷ്യൂ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ജി ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസേ കിട്ടുന്നുള്ളൂ. സോ ഇന്റഗ്രൽ -π to പൈ ആണ്. പക്ഷേ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 to പൈ ആണ്. നമുക്ക് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ആണ് വേണ്ടത്. പക്ഷെ ജി ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എ എൻ 0 ആകും. ബി എൻ എന്നുള്ളത് 2 by π 0 to L ദിസ് വാല്യൂ ഓർ 2 by L ദിസ് വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 0 to പൈ ആണ് അല്ലെങ്കിൽ 0 to L ആണ്. 0 to പൈക്കകത്ത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ കൊടുക്കാം. കാരണം 0 to പൈക്കകത്ത് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും വാല്യൂ സെയിം ആണ്. 0 to L ഇല്ലാത്ത എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും വാല്യൂ സെയിം ആണ്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചത് ജി ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് ആണെങ്കിൽ കൂടി കിട്ടിയത് എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ കോഎഫിഷ്യൻസ് തന്നെയാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ബി എൻ ജി എക്സ് ഒരു ഓഡ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത് ഒരു ഫൊറിയർ സൈൻ സീരീസ് ആയിരിക്കും. ആ ഫൊറിയർ സൈൻ സീരീസ് എഫ് ഓഫ് എക്സിന്റെ ഹാഫ് റേഞ്ച് സീരീസ് ആയിരിക്കും. ദിസ് ഈസ് ദ ഐഡിയ. ഇനി നമുക്ക് സിമിലർലി നമുക്ക് എന്തും ചെയ്യാം. ജി ഓഫ് എക്സിന്റെ രണ്ടാമത്തെ സ്റ്റേജ്, ഇഫ് ജി ഓഫ് എക്സ് ഇസ് ആൻ ഈവൻ എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി ഈവൻ എക്സ്റ്റൻഷൻ ആണെങ്കിൽ മീനിങ് ജി ഓഫ് എക്സ് is an even function. ഓക്കെ, ജി ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ബി എൻ ഈസ് ഓൾവേസ് 0 നമുക്കറിയാം. ഓക്കെ, സോ എ എൻ ഈസ് ആക്ച്വലി 1 by π ഇന്റഗ്രൽ 0 to π, ഇവിടെ 1 by അല്ല 2 by π ജി ഓഫ് എക്സ് sin nx dx. ദിസ് ഈസ് ആക്ച്വലി 2 by π ഇന്റഗ്രൽ 0 to π ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കാൻ പറ്റും. എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. സോറി, സൈൻ അല്ല കോസ് ആണ്. ഓക്കെ, സൈൻ അല്ല കോസ് ആണ്. ഇവിടെ ഇന്റഗ്രേഷൻ എടുത്തിരിക്കുന്നത് 0 to π ആയതുകൊണ്ട് 0 to πക്കകത്ത് എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും വാല്യൂ സെയിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ജി ഓഫ് എക്സിന് പകരം ഇത് കൊടുത്തത്. ഓക്കെ,
സോ സിമിലർലി നമ്മൾ ജനറൽ നമ്മുടെ ഇത് 0 π എന്നുള്ള ഇന്റർവെൽ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ 0 L എന്നുള്ള ഇന്റർവെല്ലിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ജി എക്സ് ഒരു ഈവൻ എക്സ്റ്റൻഷൻ ആണെങ്കിൽ അവിടെയും ബി എൻ 0 ആണ്. an ഈസ് ആക്ച്വലി 2/L ഇന്റഗ്രൽ 0 to L g of x cos n pi x by L dx which is actually equal to 2/L integral 0 to L f of x cos n pi x by L dx എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ ഇവിടെയും 0 to Lന്റെ അകത്തേക്ക് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു. ബി എൻ 0 ആണ്, കാരണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എൻ്റെ വാല്യൂ -π to -L to L വേണ്ട, 0 to L മതി. ഓക്കെ, അവിടെ 0 to L ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെയും ജി ഓഫ് എക്സിൻ്റെയും വാല്യൂ കിട്ടും. ഇവിടെ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ശരിക്കും ബി എൻ 0 ആണ്. ഇവിടെ കണ്ടുപിടിച്ചത് എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ കോഎഫിഷ്യൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് ഈസ് a0/2 plus summation n is equal to 1 to infinity n cos nx or a0/2 plus summation n is equal to 1 to infinity n cos n pi x by n. Okay, so this is called half range Fourier cosine series. Okay, so ഇവിടെ നമ്മൾ Fourier f of x ന്റെ Fourier coefficient ആണ് കണ്ടുപിടിച്ചത്. So this is the Fourier series of f of x. So നമ്മൾ ചെയ്ത ഐഡിയ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു f of x, അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 to L അല്ലെങ്കിൽ 0 to π എന്നുള്ള ഇന്റർവെല്ലായിരുന്നു. അത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന കാര്യം. ഓക്കെ, അപ്പം 0 to π അല്ലെങ്കിൽ 0 to L ഡിഫൈൻ ചെയ്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് പീരിയോഡിക് അല്ല. അപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഫംഗ്ഷനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു, ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്കി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ 0 to π നമ്മൾ -π to π അല്ലെങ്കിൽ -L to L എന്ന രീതി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ പുതിയ ഫംഗ്ഷനാണ് ജി. അപ്പം എന്നിട്ട് നമ്മൾ ജിയുടെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കും. ഇവിടെയാണ് നമുക്കുള്ള ഇഷ്യൂ. നമുക്ക് ജിയുടെ ഫോറിയർ സീരീസ് കിട്ടിയിട്ട് കാര്യമില്ല, എഫിന്റെ ഫോറിയർ സീരീസ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനെ ചുമ്മാ ഒരു എക്സ്റ്റൻഷൻ എടുക്കുകയല്ല, രണ്ട് തരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്കി. ഒന്ന് ജി ഓഫ് എക്സ് ഒന്നുകിൽ ഒരു ഈവൻ എക്സ്റ്റൻഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഓഡ് എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈവൻ എക്സ്റ്റൻഷൻ ആകുമ്പോൾ ഓഡ് എക്സ്റ്റൻഷൻ ആകുമ്പോൾ എന്താ പ്രത്യേകത? ഓഡ് ജി ഓഫ് എക്സിന്റെ ഓഡ് എക്സ്റ്റൻഷൻ ആകുമ്പോൾ ജി ഓഫ് എക്സിന്റെ ഓഡ് ഫംഗ്ഷൻ ആകും. ഓക്കെ, സോ അതിന്റെ ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഫോറിയർ കോഎഫിഷ്യൻസ് ഇതാണ്. അപ്പോൾ ഇത് ജി ഓഫ് എക്സിന്റെ ആണ് കിട്ടുന്നത്. ഇനി ജി ഓഫ് എക്സിന്റെ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എ എന്ന് 0 ആയിരിക്കും, ബി എന്നുള്ളത് 2/π ഇന്റഗ്രൽ 0 to π ദിസ് വാല്യൂ എന്ന് കിട്ടും. സോ ഇവിടെ ജി ഓഫ് എക്സ് ആയിരുന്നു കൊടുക്കേണ്ടത്, പക്ഷെ ഇന്റഗ്രേഷൻ എടുത്തിരിക്കുന്ന 0 to π ആണ്. എഫ് ഓഫ് എക്സ് 0 to π ഡിഫൈൻഡ് ആണ്. എഫ് ഓഫ് എക്സിന്റെ എക്സ്റ്റൻഷൻ ആണ് ജി ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെ വാല്യൂ 0 to π സെയിം ആണ്. അതുകൊണ്ടാണ് ജി ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ എഫ് ഓഫ് എക്സ് കിട്ടിയത്. സിമിലർലി ഇവിടെ 0 to L അകത്ത് ഇത് തന്നെ കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോൾ കിട്ടിയത് ബി എന്ന് പറയുന്ന ഒരു ഫോറിയർ കോഎഫിഷ്യന്റ് കിട്ടി. ഇത് ജി ഓഫ് എക്സിന്റെ അല്ല, ഇപ്പോൾ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ കോഎഫിഷ്യന്റ് ആണ് കിട്ടിയത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ സീരീസ് കിട്ടും. ഇത് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ 0 to π അല്ലെങ്കിൽ 0 to L ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോറിയർ സീരീസ് ആണ്. എഫ് ഓഫ് എക്സ് ഇവിടെ പീരിയോഡിക് ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഒരു ഓഡ് എക്സ്റ്റൻഷൻ എടുക്കുന്നു. അപ്പോൾ ഓഡ് എക്സ്റ്റൻഷൻ എടുക്കുമ്പോൾ കിട്ടുന്ന ഫോറിയർ സീരീസ് ആണ് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓഡ് എക്സ്റ്റൻഷന് പകരം എന്താക്കാം? ഈവൻ എക്സ്റ്റൻഷൻ ആക്കാം. ഈവൻ എക്സ്റ്റൻഷൻ ആകുമ്പോൾ ജി ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. ജി ഓഫ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ബി എൻ 0 ആയിരിക്കും. അപ്പോൾ അതിന്റെ എന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇവിടെ ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സ് കൊടുക്കാൻ പറ്റും, കാരണം 0 to π ആണ്. ഇവിടെയും 0 to L ജി ഓഫ് എക്സിന് പകരം എഫ് ഓഫ് എക്സിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കിട്ടിയ എന്ന് പറയുന്നത് ഫോറിയർ കോഎഫിഷ്യന്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഫോറിയർ സീരീസ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. അപ്പോൾ നമുക്ക് പീരിയോഡിക് അല്ലാത്ത ഫംഗ്ഷൻസിനും നമുക്ക് ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്നുകിൽ ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ എഫ് ഓഫ് എക്സിന്റെ എക്സ്റ്റൻഷൻ ഓഡ് എക്സ്റ്റൻഷൻ ആണെങ്കിലാണ് ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് കിട്ടുന്നത്. ഇനി എഫ് ഓഫ് എക്സിന്റെ എക്സ്റ്റൻഷൻ ഈവൻ എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഹാഫ് റേഞ്ച് ഫോറിയർ കൊസൈൻ സീരീസ് ആണ് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ഫോറിയർ
half range Fourier series. ഇതാണ് അതിന്റെ തിയറി. Okay, now next video we will discuss about some problems.